ഹലോ വെൽക്കം ടു ലേൺ വിത്ത് കേരള മൂക്സ്. ഇന്ന് നമ്മൾ ഗൂഗിൾ ക്ലാസ് റൂമിൽ അസൈൻമെന്റ്സ് എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നേരത്തെ ഗൂഗിൾ ക്ലാസ് റൂമിന്റെ വീഡിയോസ് ഷെയർ ചെയ്തപ്പം പലർക്കും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെടുത്തിയുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു. അസൈൻമെന്റ് എങ്ങനെയാണ് വളരെ മനോഹരമായിട്ട് കുട്ടികളുടെ അസൈൻമെന്റുകൾ ഗൂഗിൾ ക്ലാസ് റൂം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നിങ്ങൾക്ക് നൽകാമെന്നും അതെങ്ങനെയാണ് നമുക്ക് കളക്ട് ചെയ്ത് വാല്യൂ ചെയ്യാമെന്നുള്ളതും ഒരിക്കൽ കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. ഞാൻ എൻ്റെ ഗൂഗിൾ ക്ലാസ് റൂമിലാണുള്ളത്. ഞാൻ ടീച്ചറായിരിക്കുന്ന എൻ്റെ ലേൺ വിത്ത് കേരള മൂക്സ് എന്ന് പറയുന്ന ഗൂഗിൾ ക്ലാസ് റൂമിലാണുള്ളത്. ഇവിടെ അസൈൻമെന്റ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് നമ്മൾ ക്ലാസ് വർക്കിലാണ് അസൈൻമെന്റുകൾ നമ്മൾ നൽകുന്നത്. റിമെമ്പർ, അതാണ് ഏറ്റവും നല്ല ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ക്ലാസ് വർക്കിലേക്ക് വരിക, അതിനുശേഷം നിങ്ങൾക്ക് ക്രിയേറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം. അതിൽ ക്രിയേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ദെൻ അസൈൻമെന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അസൈൻമെന്റിൽ ക്ലിക്ക് ചെയ്യുന്നു. ദെൻ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന അസൈൻമെന്റ്, സേ ഫോർ എക്സാമ്പിൾ ഞാൻ ലിസണിങ് അസൈൻമെന്റ് ആണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ഇൻസ്ട്രക്ഷൻസ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്: ലിസൺ ദിസ് ഓഡിയോ ആൻഡ് പ്രിപ്പയർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് കൊടുക്കാം, നിങ്ങൾക്ക് റീഡിംഗ് മെറ്റീരിയൽസ് കൊടുക്കാം. അതിനുശേഷം നമ്മൾക്ക് അല്ലെങ്കിൽ ഒരു പ്രസന്റേഷൻ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യിക്കാം. സോ അതിന് ചെയ്യേണ്ടത് ആഡ് ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന റിസോഴ്സ് മെറ്റീരിയൽസ്, കുട്ടികൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ കണ്ടുകൊണ്ട് അതിനുശേഷം അതിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കുട്ടികൾക്ക് അസൈൻമെന്റ് കൊടുക്കാം. സേ ഫോർ എക്സാമ്പിൾ ഒരു ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നു. ആ ലിങ്കിൽ ഉള്ളത് കണ്ട ശേഷം അതിനെ ബേസ് ചെയ്തുകൊണ്ട് കുട്ടികൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നു. ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഓഡിയോ ക്ലിപ്പ് അല്ലെങ്കിൽ ഒരു ഓഡിയോ ക്ലിപ്പാണ് ഞാൻ കുട്ടികൾക്ക് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഞാൻ അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ ലെറ്റ് us see. ഇവിടെ ഞാനൊരു യൂട്യൂബിന്റെ ഒരു ലിങ്ക് എൻ്റെ കയ്യിലുണ്ട്. ആ യൂട്യൂബ് ലിങ്ക് ഞാൻ ജസ്റ്റ് അവിടെ അങ്ങ് പേസ്റ്റ് ചെയ്തു. റൈറ്റ്, അതിനുശേഷം ഞാൻ ജസ്റ്റ് ആഡ് ബട്ടൺ കൊടുക്കുന്നു. ഇതോടുകൂടി ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് ആ റിസോഴ്സ് മെറ്റീരിയൽ കുട്ടികൾക്ക് ഞാൻ ഷെയർ ചെയ്തു. ദിസ് ഈസ് ദ റിസോഴ്സ് മെറ്റീരിയൽ, അല്ലെങ്കിൽ നമ്മൾ വീഡിയോ ഫയൽ എന്ന് നമ്മൾ ഇവിടെ തൽക്കാലം കൊടുക്കാം. വീഡിയോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ക്വസ്റ്റ്യൻസ് നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നത് കുട്ടികൾക്ക് ഇവിടെ ഞാനൊരു എൻ്റെ ഗൂഗിൾ ഡ്രൈവിൽ നിന്ന് ഒരു ഫയലാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ക്ലിക്ക് ഓൺ ദ ഗൂഗിൾ ഡ്രൈവ്. ഇവിടെ ഞാനൊരു ക്വസ്റ്റ്യൻ അവിടെ ഗൂഗിൾ ഡ്രൈവിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ആ ഗൂഗിൾ ഡ്രൈവിലെ ആ ക്വസ്റ്റ്യൻ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ദെൻ ആഡ്. സോ ഇപ്പോൾ ഈ ഷീറ്റ് ഗൂഗിൾ ഡോക്യുമെന്റിന്റെ ഒരു വർക്ക് ഷീറ്റ് ഞാൻ അവിടെ കുട്ടികൾക്ക് വേണ്ടി ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി ആൻസർ അയക്കുന്ന സമയത്ത് പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, കുട്ടികൾ ആൻസർ ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്ന ഈ ഷീറ്റിൽ തന്നെ എല്ലാവരും ഒരുമിച്ച് ആൻസർ ചെയ്യുന്നതിന് പകരം നമ്മൾക്കിവിടെ ഈ ഒരു ഓപ്ഷൻ പലപ്പോഴും എല്ലാവരും വിട്ടുപോകുന്ന ഒരു കേസ് ഇതാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ വീഡിയോ ചെയ്യാൻ കാരണം. ഇവിടെ സ്റ്റുഡൻസ് ക്യാൻ വ്യൂ ദ ഫയൽ എന്ന് പറയുന്നതിന് പകരം സ്റ്റുഡൻറ് മേക്ക് എ കോപ്പി ഫോർ ഈച്ച് സ്റ്റുഡൻറ് എന്ന് പറയുന്ന രീതിയിലേക്ക് ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. അങ്ങനെയാണെങ്കിൽ ഓരോ കുട്ടിയുടെയും അസൈൻമെന്റ് ഓരോ ഷീറ്റായിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആവും എന്നുള്ളതാണ്. ഇതാണ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. ഇനി ഒരേ ഡോക്യുമെന്റിൽ തന്നെ എല്ലാവരും വർക്ക് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റുഡൻസ് ക്യാൻ എഡിറ്റ് ഫയൽ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊണ്ടുപോകാം. ഇപ്പൊ നമ്മൾ എല്ലാവരും ഒരേ ഒന്നിലല്ല വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള ആൻസർ എഴുതാൻ വേണ്ടിയാണ് ഞാൻ ക്വസ്റ്റ്യൻ കൊടുക്കുന്നത്. സോ മേക്ക് എ കോപ്പി ഫോർ ഈച്ച് സ്റ്റുഡൻറ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യും. ഇത് റിമെമ്പർ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നൗ അതിനുശേഷം എല്ലാ കുട്ടികൾക്കും അസൈൻ ചെയ്തു. ഡ്യൂ ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. സേ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഡ്യൂ ഡേറ്റ് ഞാൻ 16th ഞാൻ സെറ്റ് ചെയ്തു. ടൈം നിങ്ങൾക്ക് അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തു. ദെൻ അതിനുശേഷം ടോപ്പിക്, ഏത് ടോപ്പിക്കിലേക്കാണ് ഈ അസൈൻമെന്റ്, ഞാനിതൊരു ലിസണിങ് സ്കില്ല് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ഞാൻ ഈ അസൈൻമെന്റ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് ഗൂഗിൾ ഒരു പുതിയൊരു ടൂളും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. റൂബ്രിക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ റൂബ്രിക്സും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. സേ ഫോർ എക്സാമ്പിൾ നമ്മൾ കുട്ടികളെ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടുന്ന രീതിയിൽ നമുക്ക് ചില ആസ്പെക്ട്സ് വെച്ചിട്ട് കൊണ്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റാം. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് റൂബ്രിക്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു.
ദെൻ ഓൾറെഡി നിങ്ങൾ റൂബ്രിക്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഇനിയിപ്പോൾ നമ്മളൊന്നും ക്രിയേറ്റ് ഇല്ല, നമ്മൾ സ്ക്രാച്ച് മുതൽ ഒരു പുതിയ റൂബ്രിക്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ദെൻ ഇവിടെ നമുക്ക് അതിന്റെ ക്രൈറ്റീരിയ ഫസ്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ ഒന്നാമത്തെ ക്രൈറ്റീരിയ ആയിട്ട് ഞാൻ സെറ്റ് ചെയ്യുന്നത് നോട്ട് പ്രിപ്പറേഷൻ്റെ സ്കിൽ ഇൻ നോട്ട് പ്രിപ്പറേഷൻ, സ്കിൽസ് ഇൻ നോട്ട് പ്രിപ്പറേഷൻ എന്ന രീതിയിൽ ഞാൻ ഒരു ക്വസ്റ്റ്യൻ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അവരെ കേട്ടതിന് ശേഷം അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള അതിന് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് അവിടെ കൊടുക്കാം. ദെൻ എത്ര ലെവൽ, എത്ര പോയിന്റ്സ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യുന്നു എന്ന് പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു 3 ലെവലിൽ ഞാൻ സെറ്റ് ചെയ്യുന്നു. ദിസ് ഇസ് 3 പോയിന്റ്. ആൻഡ് ഇവിടെ നമ്മൾ ചെയ്യുന്നത് അവരുടെ സ്കിൽ ലെവൽ എത്രയുണ്ട് എന്നുള്ളത്. ഓക്കെ, ഇവിടെ നമ്മൾ അടുത്തതായിട്ട് സെറ്റ് ചെയ്യുന്നത് എത്ര പോയിന്റ്സ് വേണമെന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ 3 പോയിന്റ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ലെവല് ഞാൻ അവിടെ അക്യുറേറ്റ് യൂസ് ഓഫ് വൊക്കാബുലറി, അതിന് ഒരു പോയിന്റ് കൊടുക്കുന്നു. അതിനുശേഷം അടുത്ത ലെവൽ, നെക്സ്റ്റ് ലെവൽ ഈസ് 2 പോയിന്റിന്റെ ഒരു ലെവൽ. ഫോർ എക്സാമ്പിൾ അവിടെ അടുത്തത് നമ്മൾ സെറ്റ് ചെയ്യാം. സോ ആവറേജ് ലെവലിലുള്ള വൊക്കാബുലറി ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ 2 പോയിന്റ് കൊടുക്കാം. യെസ്, vocabulary, okay, yes. Then ഇനി വേണമെങ്കിൽ ഒന്നും കൂടെ കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ഇതൊരു 1 പോയിന്റിനുള്ളതാണ്, പുവർ വൊക്കാബുലറി, അതിന് അങ്ങനെയുള്ള കേസ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ നമുക്ക് മാർക്ക് ഇട്ട് പോവാം. സോ ഓക്കെ, നൗ ഇനിയും അഡീഷണൽ ആയിട്ടുള്ള ക്രൈറ്റീരിയൻസ് നമുക്ക് വീണ്ടും സെറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമുക്ക് അടുത്ത ക്രൈറ്റീരിയ വേണമെങ്കിൽ രണ്ടാമത്തെ ക്രൈറ്റീരിയ ആയിട്ട് നെക്സ്റ്റ് താഴെയുള്ള ക്രൈറ്റീരിയൻ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ക്രൈറ്റീരിയ സെക്കൻഡ് ഞാൻ എല്ലാം ഫിൽ. രണ്ടാമത്തെ ഞാൻ ഗ്രാമർ ആണ് കൊടുത്തിരിക്കുന്നത്. ഗ്രാമർ ഉപയോഗിച്ച് ഗ്രാമറിലെ ഓരോ യൂസ് എങ്ങനെയാണെന്നുള്ളത്, ഗുഡ് യൂസ് ഓർ ആവറേജ് യൂസ് ഓർ പുവർ യൂസ് എന്നുള്ള രീതിയിൽ നമുക്ക് അതിനെ ചെയ്യാം. നിങ്ങൾക്ക് ഏത് ക്രൈറ്റീരിയ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. ക്രൈറ്റീരിയ വൺസ് ഒരു ക്രൈറ്റീരിയ നിങ്ങൾ സെറ്റ് ചെയ്തു, അതിനെ വേണമെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഹിയർ യു ക്യാൻ സി ഡ്യൂപ്ലിക്കേറ്റ് ക്രൈറ്റീരിയൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം. അത് വെച്ചിട്ട് നമുക്ക് ക്രൈറ്റീരിയൻസ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്രൈറ്റീരിയ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യണം. സോ യു ക്യാൻ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ഹിയർ ആൻഡ് ഡിലീറ്റ് ദിസ് ലെവൽ. ഇവിടെയും ഇതേപോലെ വേണമെങ്കിൽ ആവശ്യമില്ലെങ്കിൽ നമുക്കത് ഡിലീറ്റ് ചെയ്ത് പോവാം. ഓക്കെ, സോ ഈ രീതിയിൽ നമുക്ക് ചെയ്യാം. ഈ ക്രൈറ്റീരിയ തന്നെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ക്ലിക്ക് ഓൺ ഹിയർ ആൻഡ് ഡിലീറ്റ് ദിസ് ക്രൈറ്റീരിയൻ ആൻഡ് മൂവ് അപ്പ്. സോ ഇവിടെ നമ്മൾ 2 ക്രൈറ്റീരിയ മാത്രമേ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം ഈ റൂബ്രിക്സ് ഒന്ന് സേവ് ചെയ്യാം. സോ ക്ലിക്ക് ഓൺ ദ സേവിങ്സ്. ഇവിടെ ടോട്ടൽ പോയിന്റ് ഇവിടെ വന്നിട്ടുണ്ട്. 6 പോയിന്റിലാണ് നമ്മൾ ഇതിനെ മാർക്ക് ചെയ്യുന്നത് എന്നും കൂടെ കാണാം. സോ ക്ലിക്ക് ഓൺ സേവ്. നൗ ഇപ്പൊ നമ്മുടെ ഈ ഒരു ക്വിസിന്റെ റൂബ്രിക്സ് സെറ്റ് ചെയ്തു, അതേപോലെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ഈ അസൈൻമെന്റ് കുട്ടികൾക്ക് അസൈൻ ചെയ്യാൻ പോവാണ്. സോ ക്ലിക്ക് ഓൺ അസൈൻ. സോ അസൈൻ ചെയ്യുന്നതോടുകൂടി അസൈൻമെന്റ് കുട്ടികൾക്ക് ലൈവായി അവൈലബിൾ ആണ്. ഇത് നമ്മൾ എങ്ങനെയാണ് സ്റ്റുഡന്റ് മോഡിൽ എങ്ങനെയാണ് ഈ അസൈൻമെന്റ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ഒരു സ്റ്റുഡന്റ് മോഡിൽ ഇരിക്കുകയാണ്. ഇവിടെ ഈ സ്റ്റുഡന്റ് മോഡിൽ ഇരിക്കുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാം അപ്കമിങ് ഇവന്റ്സിൽ നമുക്ക് പുതിയ ഇവന്റ്സ് എന്തൊക്കെയാണ് ബാക്കിയുള്ളതെന്ന് കാണാം. ഇനി അതല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് വർക്കിലും ഇതേപോലെ നമ്മുടെ ഒരു പെൻഡിങ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ കാണാം. ഇവിടെ ലിസണിങ് അസൈൻമെന്റ് ഡ്യൂ ആണ്, ഡ്യൂ ഓൺ 16th എന്നാണ് കാണുന്നത്. ഞാൻ ആ അസൈൻമെന്റിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. ദെൻ ഇവിടെ നമ്മുടെ കാണേണ്ട റൂബ്രിക്സ് അവിടെ നേരത്തെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന റൂബ്രിക്സ് അവിടെ കാണാം. ക്വസ്റ്റ്യൻ ഇതാണ്, ലിസൺ ദിസ് വീഡിയോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഇതാണ് ക്വസ്റ്റ്യൻസ്. ഇവിടെ ഞാൻ നേരത്തെ ഒരു ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്തിരുന്നു. അത് ഓരോ സ്റ്റുഡന്റിന്റെ പേരിലുമുള്ള ഒരു കോപ്പി ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ അസൈൻമെന്റ് ഒന്ന് ചെയ്തു നോക്കാം. ഓക്കെ, സോ ക്ലിക്ക് ഓൺ വ്യൂ അസൈൻമെന്റ്. അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിനുശേഷം നമ്മുടെ ഈ ഡോക്യുമെന്റിലാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. വ്യൂ അസൈൻമെന്റ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി വീഡിയോ നിങ്ങൾക്ക് അവിടെ കാണാം. അതിനുശേഷം വീഡിയോ ഞാൻ കാണുന്നു, ക്ലിക്ക് ചെയ്ത് വീഡിയോ ഞാൻ വാച്ച് ചെയ്യുന്നു. അതിനുശേഷം വീഡിയോ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ദെൻ തിരിച്ച് നമ്മുടെ അസൈൻമെന്റിലേക്ക് തന്നെ വന്നു. അതിനുശേഷം ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഡോക്യുമെന്റിലേക്ക് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഡോക്യുമെന്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡോക്യുമെന്റ് പുതിയ ഒരു വിൻഡോയിലേക്ക് ക്രിയേറ്റ് ചെയ്യും. ഇനി ഇതിലേക്ക് നമ്മൾ നമ്മുടെ ഡോക്യുമെന്റിലേക്ക് ആവശ്യമുള്ള ആൻസർ എന്താണോ ആ ആൻസർ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. സോ ഈ ഡോക്യുമെന്റിൽ ഞാൻ എൻ്റെ ഡോക്യുമെന്റ്സിൽ ബാക്കിയുള്ള കാര്യങ്ങൾ കണ്ടൻസ് ചെയ്യാൻ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ദെൻ അതിനുശേഷം നിങ്ങൾക്ക് ജസ്റ്റ് ക്ലിക്ക് ഓൺ ടേൺ ഇൻ എന്ന് പറയുന്ന ബട്ടണിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പം ഞാൻ ഈ ടേൺ ഇന്നിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കും. നിങ്ങൾ ആൻസർ എന്താണോ അത് സ്റ്റുഡന്റ് മോഡിൽ ഇരുന്ന് അവർ ആൻസർ ചെയ്യുന്നു, അതിനുശേഷം ടേൺ ഇൻ ചെയ്യുന്നു എന്നുള്ളതാണ്. ഓട്ടോമാറ്റിക്കായിട്ട് ടേൺ ഇൻ ചെയ്യുന്നതോടുകൂടി ഈ അസൈൻമെന്റ് സബ്മിഷൻ ഫേസിലേക്ക് മാറുന്നതായിട്ട് കാണാം. ഇപ്പം നമ്മുടെ വർക്ക് നമ്മൾ
സബ്മിറ്റ്, ഇവിടെ ഒരു അറ്റാച്ച്മെന്റ് ടേൺ ഇൻ ചെയ്യുന്നു എന്നുള്ള ഒരു ഓപ്ഷൻ കൂടെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ആ ടേൺ ഇന്നിലേക്ക് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അസൈൻമെന്റ് സബ്മിഷനിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തു. ഇനി കുട്ടികൾക്ക് വേണമെങ്കിൽ, ആവശ്യമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ഈ അസൈൻമെന്റിനെ അൺസബ്മിറ്റ് ചെയ്യാം. ഓക്കെ. സോ ഇനി നമ്മൾ ടീച്ചർ മോഡിലിരുന്ന് എങ്ങനെയാണ് ടീച്ചർ ഈ അസൈൻമെന്റിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ. സോ അസൈൻമെന്റ് നമ്മൾ കുട്ടികൾക്ക് കൊടുത്തു, കുട്ടി അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തു. ഇനി അടുത്ത ഫേസിൽ. ഓക്കെ. സോ ഇനി നമ്മുടെ അസൈൻമെന്റിലേക്ക് പോകാം. ഇവിടെ നമ്മൾ നമ്മുടെ എൻ്റെ ടീച്ചർ മോഡിൽ ഇരിക്കുന്ന കോഴ്സ് പേജിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ നമ്മൾ ക്ലാസ് വർക്കിൽ നോക്കിയാൽ ക്ലാസ് വർക്കിൽ ലിസണിങ് അസൈൻമെന്റ് എന്ന് പറയുന്നതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് നോക്കുക. യെസ്, ഒരു കുട്ടിക്കായിരുന്നു അസൈൻ ചെയ്തത്, അത് ടേൺഡ് ഇൻ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അസൈൻമെന്റ് സബ്മിഷൻ നടന്നിട്ടുണ്ട് എന്നർത്ഥം. അപ്പൊ നമ്മൾ ആ അസൈൻമെന്റിനെ ഒന്ന് വാല്യൂ ചെയ്യാൻ തുടങ്ങാം. ഒന്നാമത്തെ ആളുടെ അസൈൻമെന്റ് ഇവിടെ ടേൺഡ് ഇൻ ആയിട്ടുള്ള ആൾക്കാരുടെ അസൈൻമെന്റ് ഇവിടെ കാണാൻ നിങ്ങൾക്ക് ജസ്റ്റ് ആ അസൈൻമെന്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് അതിന്റെ ഇവാലുവേഷൻ തുടങ്ങാം. ഇവാലുവേഷൻ തുടങ്ങുന്ന സമയത്ത് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ റൂബ്രിക്സും കൂടെ അവിടെ വരുന്നത് നിങ്ങൾക്ക് കാണാം. നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തിരിക്കുന്ന റൂബ്രിക്സ് അവിടെ ഉണ്ട്. ഇവിടെ നമ്മൾ വായിച്ചു നോക്കുന്നു. കണ്ടന്റുകൾ നമ്മൾ വായിച്ച ശേഷം നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടുന്ന് ക്ലിക്ക് ചെയ്തിട്ട് സ്കിൽ ഇൻ നോട്ട് പ്രിപ്പറേഷൻ അക്യുറേറ്റ് ആണോ ആവറേജ് ആണോ എന്നുള്ളത് ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം അടുത്ത റൂബ്രിക്സിലേക്ക് വരുന്നു. സെക്കൻഡ് റൂബ്രിക്സ് അതിന്റെ ഗ്രാമർ എങ്ങനെയുണ്ട് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതിന്റെ ആവറേജ് ആണോ പുവർ ആണോ എന്നുള്ളത് നമ്മൾ അതിനനുസരിച്ച് മാർക്ക് ഇടുന്നു. ഓട്ടോമാറ്റിക്കായിട്ട് രണ്ട് റൂബ്രിക്സും നമ്മൾ അവിടെ സെറ്റ് ചെയ്തു. നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ടുള്ള കമന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും അവിടെ ചെയ്യാം. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ നമ്മുടെ ഗ്രേഡ് നമ്മൾ ഇട്ടിരിക്കുന്ന മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ട് ഇവിടെ ഗ്രേഡ് ഇവിടെ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. കറക്റ്റായിട്ട് ആ 100 ഔട്ട് ഓഫ് 100 എത്രയാണ് ഗ്രേഡ് എന്നുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് ഗൂഗിൾ അവിടെ ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ദെൻ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. ഈ റൂബ്രിക്സ് അനുസരിച്ചുകൊണ്ട് നമ്മൾ ജസ്റ്റ് വായിച്ചു നോക്കുന്നു. അതിനനുസരിച്ച് അതിന്റെ റൂബ്രിക്സിൽ ഉള്ള വാല്യൂ അതിന്റെ ലെവൽ വെച്ച് നമ്മളത് സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം റിട്ടേൺ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി കുട്ടിക്ക് ആ അസൈൻമെന്റിന്റെ റിട്ടേൺ ചെയ്തുകൊണ്ട് പോകുന്ന രീതിയാണ് ഇപ്പോൾ ഇതിനുള്ളിലുള്ളത്. ഓക്കെ. സോ ഒരൊറ്റ ക്ലിക്ക് കൊണ്ട് അത് റിട്ടേൺ ആയി. ഇനി അടുത്ത അസൈൻമെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ഇതേപോലെ എന്ത് ചെയ്യാം, ഇവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി സ്റ്റുഡന്റ് മോഡിൽ എങ്ങനെയാണ് കുട്ടിക്ക് ആ മാർക്ക് അവിടെ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്കത് വരും. അപ്പൊ ഞാൻ തിരിച്ച് വീണ്ടും എൻ്റെ സ്റ്റുഡന്റ് മോഡിലാണ് ഇപ്പോൾ ഉള്ളത്. സ്റ്റുഡന്റ് മോഡിൽ ഞാൻ ഇവിടെ എത്തി. എൻ്റെ ക്ലാസ് വർക്ക് ഞാൻ നോക്കുകയാണ്. ഇവിടെ ക്ലാസ് വർക്കിൽ ഗ്രേഡഡ് എന്ന് പറഞ്ഞ ഇവിടെ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിൽ കാണാം. എൻ്റെ അസൈൻമെന്റ് ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അസൈൻമെന്റിന്റെ സ്റ്റാറ്റസ് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് വേണമെങ്കിൽ ഇവിടെ വ്യൂ ഗ്രേഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അവിടെ 66.67 മാർക്ക് എൻ്റെ അസൈൻമെന്റിന് എൻ്റെ ടീച്ചർ നൽകിയിട്ടുണ്ട് എന്ന് കാണാം. ഇനി അത് മാത്രമല്ല, അതിന്റെ നമ്മൾ നേരത്തെ ചെയ്തിരിക്കുന്ന റൂബ്രിക്സ് അനുസരിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അതിൽ എനിക്ക് സ്കിൽ ഇൻ നോട്ട് പ്രിപ്പറേഷൻ 2/3 കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഗ്രാമറിന് 2/3 ആണ് കിട്ടിയിരിക്കുന്നത്. ആ രീതിയിലുള്ള ഒരു ഇവാലുവേഷൻ ഇവിടെ മാർക്ക് ചെയ്യുകയും കൂടി ചെയ്തിട്ടുണ്ട് എന്നർത്ഥം. അത് ആവറേജ് ആണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ ഓരോ ലെവൽ ഏതാണെന്നുള്ള ലെവല് നിങ്ങളുടെ ഓരോ ഈ രീതിയിൽ നമുക്ക് അസൈൻമെന്റുകൾ ഗൂഗിൾ ക്ലാസ് റൂം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നൽകാൻ ശ്രമിക്കാവുന്നതാണ്. ഈ രീതിയിലുള്ള ഓപ്ഷൻസ് ആണ് ഗൂഗിൾ ക്ലാസ് റൂമിലുള്ളത്. അപ്പം ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ് റൂമിലെ കുട്ടികളെ ഈ അസസ്മെന്റ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.